അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങളെല്ലാം അല്ലാഹു പരിപൂർണമായും ശിഫയാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം നാം ചൊല്ലുന്നത് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ കഴിവുള്ള ദിക്റുകൾ, അതുപോലെ നമ്മുടെ കടങ്ങൾ വീടാൻ കഴിവുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ മുന്നേറ്റത്തിനുള്ള ദിക്റ്, അതുപോലെ തന്നെ ഖുർആൻ ആയാത്തുകൾ, നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള ദിക്റുകൾ, ഇതൊക്കെയും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് കൂടെ ഒരുമിച്ച് നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പലതും ചൊല്ലാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സമയത്ത് മുബാറക്കായ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വാനലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണിത്. ഈ സമയത്ത് നമ്മൾ ചൊല്ലാനുള്ള അത്ഭുതകരമായ ദിക്റിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള അത്ഭുതകരമായ ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ഈ ദിക്റിനെ കുറിച്ച് പറയുന്നത് സുജൂദിൽ കിടന്നുകൊണ്ട് ചൊല്ലിയാൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ സുജൂദിൽ കിടന്ന് ചൊല്ലാൻ കഴിയുന്നവർ സുജൂദിൽ കിടന്ന് തന്നെ ഈ ദിക്ർ 40 പ്രാവശ്യം ചൊല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് തന്നെ ആ ദിക്ർ 40 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ പരിശുദ്ധമായ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ച റബ്ബ് പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയാണ്. അടുത്തതായിട്ട് കടങ്ങൾ വീടാനുള്ള, നമ്മൾ പലർക്കും കമൻറ്റ് സെക്ഷനിൽ നിറയെ കടം വീടാനുള്ള ദിക്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്, അതിൻ്റെ വിഷമങ്ങളാണ്. ഉസ്താദെ കടമാണ് ഉസ്താദെ, ദുആരക്കണേ ആ കടം വീടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമൻറ്റ് സെക്ഷനിലൂടെ വിഷമങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ സമയം നാം ചൊല്ലാൻ പോകുന്നത് കടം വീടാൻ വേണ്ടിയിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹദിയായ ആയിഷ എന്ന പൊന്നുമോൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആയിഷ ബീവി റിപ്പോർട്ടും ചെയ്തിട്ടുള്ള അത്ഭുതകരമായ ദിക്റാണ്. ഉഹുദ് മലയോളം കടമുണ്ട് എങ്കിലും ഈ ദിക്ർ ചൊല്ലുന്നവനെ നിന്റെ കടങ്ങൾ അല്ലാഹു തആല നീ പോലും അറിയാതെ തീർത്തു തരുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ദിക്റാണ്. നമുക്കൊരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലാം. يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. അള്ളാഹു നമ്മുടെ മുഴുവൻ കടങ്ങളും പരിപൂർണമായും അത് വീടാനുള്ള ഹലാലായ സമ്പത്ത് നമ്മിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും ആ കടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ച് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ഒരു വിഷമമാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, കണ്ണീർ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. കണ്ണീർ കൊണ്ട് പലർക്കും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദുഃഖങ്ങൾ അനുഭവപ്പെടാറുണ്ട്. നല്ല രീതിയിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പിന്നീട് കോലാഹലമായി മാറിപ്പോകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കണ്ണീറാണ്. സമ്പത്ത് വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പാടെ നിന്നുപോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ണീറാണ്. നല്ല രീതിയിൽ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ദമ്പതിമാരുടെ ഇടയിൽ വിള്ളൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം കണ്ണീറാണ്, നാവേറാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫലഖ് ഇൻഷാ അല്ലാഹ് ആ ഒരു നിയത്തിൽ 3 പ്രാവശ്യം നമുക്കിവിടെ പാരായണം ചെയ്യാവുന്നു. സൂറത്തുൽ ഫലഖ് ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ കണ്ണീറുകളും അല്ലാഹു ഇല്ലായ്മ ചെയ്ത് നൽകി നമ്മെ സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അടുത്ത ഒരു വളരെ എഫക്റ്റീവായ അള്ളാഹുവിൻ്റെ ഇസ്മാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. നമ്മുടെ കടങ്ങൾ വീടാൻ, ദുഃഖങ്ങൾ മാറാൻ, എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമാക്കി തരാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ എവിടെന്നറിയില്ല സന്തോഷം കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നോക്കിയാലും സന്തോഷം ഇങ്ങനെ വേണമെന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ്
എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് യാ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഇസ്മ. ഇൻഷാ അള്ളാ ഈ ഇസ്മ നമുക്ക് 33 പ്രാവശ്യം നമ്മളിപ്പോൾ ചൊല്ലാൻ പോവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാം. യാ ലത്തീഫ് 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 യാ ലത്തീഫ്. അള്ളാഹു പരിശുദ്ധമായ അവൻ്റെ ഈ നാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരട്ടെ, ദുഃഖങ്ങൾ മുഴുവനും അള്ളാഹു നീക്കിത്തരട്ടെ, ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി തരട്ടെ, സന്തോഷം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ദായിമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത് നമ്മൾ ചൊല്ലാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഒരു ഇസ്മാണ്. അഭിമാനപൂർവമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് നമ്മൾ ചൊല്ലാൻ പോവാണ്. അഭിമാനത്തോടെ മറ്റാരുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു ഗതികേട് വരില്ല ഈ ഇസ്മ പതിവാക്കുന്നവന്. ഇൻഷാ അള്ളാഹ് ആ ഇസ്മാണ് നമ്മളിപ്പോൾ ചൊല്ലാൻ പോകുന്നത്. സാമ്പത്തികമായ വർധനമുണ്ടാകാൻ, അതുപോലെ ആഫിയത്തുണ്ടാകാൻ, അതുപോലെ അഭിമാനം നിലനിൽക്കാൻ, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരാളുടെ മുന്നിൽ അന്തസ്സ് പണയം വെക്കേണ്ടി വരുന്നൊരവസ്ഥ വരരുത്. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അള്ളാഹ് ഈ ഇസ്മ യാ അസീസ് എന്ന് പറയുന്ന ഇസ്മ ഇൻഷാ അള്ളാഹ് 33 പ്രാവശ്യം. يا عزيز يا الله 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 يا عزيز يا الله. അള്ളാഹു ഈ അസീസ് എന്ന് പറയുന്ന അവൻ്റെ നാമത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ അന്തസ്സും അഭിമാനവും എന്നെന്നും മരിക്കുന്ന കാലം വരെയും അതിനുശേഷവും അള്ളാഹു നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട നമ്മളോട് ദുആ കൊണ്ട് കമൻറ്റ് സെക്ഷനും മറ്റുമായി വസിയത്തുകൾ അറിയിക്കുന്ന നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു അങ്ങനെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൈനീട്ടേണ്ട ഗതികേടിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ അടുത്തതായിട്ട് ചൊല്ലാൻ പോകുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ്. ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അള്ളാഹു നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തന്നെയാണ്. അതുപോലെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ, എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു മുറാദ് ഹാസുലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഷാ അള്ളാഹ് ഈ ഇസ്മിനെയാണ് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. 1000 പ്രാവശ്യം ദിവസവും ചൊല്ലൽ ഏറ്റവും ഹൈറാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇതുപോലെ തന്നെ 33 പ്രാവശ്യം ഈ ഇസ്മ നമുക്ക് ഇൻഷാ അള്ളാഹ് ചൊല്ലാം. യാ വാരിസു യാ അല്ലാഹ് 33 പ്രാവശ്യം. യാ വാരിസു യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ്
യാ വാരിസു യാ അല്ലാഹ്, 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 യാ വാരിസു യാ അല്ലാഹ്. അപ്പോൾ കച്ചവടത്തിൽ ഉയർച്ച കിട്ടാൻ ഈ ഒരു ഇസ്മ ഏറ്റവും വളരെ ഹൈറാണ് പ്രിയപ്പെട്ടവരെ. ഈ ഇസ്മ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, നമ്മുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും, കച്ചവടത്തിൽ വർധനമുണ്ടാകും, നല്ല കച്ചവടം നമുക്ക് ലഭിക്കും, നല്ല ലാഭം നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ 1000 പ്രാവശ്യം ജീവിതത്തിൽ കൊണ്ടുവന്നോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്ത് വിഷമമുണ്ടെങ്കിലും അള്ളാഹു മാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് അടുത്തതായി നമ്മൾ ചൊല്ലാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ചൊല്ലാം. എല്ലാവർക്കും അറിയുന്ന വളരെയേറെ, എൻ്റെയൊക്കെയും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് 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 അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അത്ഭുതകരമായ, ഞാൻ ചൊല്ലിയപ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ് പ്രിയപ്പെട്ടവരെ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്ന അത്ഭുത ദിക്ർ. ഈ ദിക്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ദിക്ർ? ഏതൊരു പരീക്ഷണ സമയത്തും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ്. അതുപോലെ ആ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല മാറ്റിത്തരുമെന്നാണ്. അതുപോലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മറികടക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്താനുണ്ടായ ഒരു കാരണം ഇബ്രാഹിം നബി ഈ ദിക്ർ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വലിയ പരീക്ഷണം മുന്നിൽ കണ്ടപ്പോൾ എനിക്കെൻ്റെ അല്ലാഹ് മതി, അവനാണ് ഏറ്റവും നല്ല ഭരമേൽപ്പിക്കാൻ കഴിവുള്ളവൻ, അവനാണ് ഏറ്റവും നല്ലവൻ, അവനാണ് എന്ന് എനിക്കെൻ്റെ റബ്ബ് മതി, മറ്റാരും വേണ്ട, എൻ്റെ അല്ലാഹ് മതി എന്ന അർത്ഥം വരുന്ന ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാവുന്നതാണ്. അതുകൂടെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിക്റിൻ്റെ മജ്ലിസ് നമുക്ക് തൽക്കാലമായി വിരാമം കുറിക്കാം. നാളെയും ഇതേ സമയത്ത് ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ കടന്നു വരിക. എന്നിട്ട് കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു 20 മിനിറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതും വളരെ എഫക്റ്റീവായ ദിക്റുകളും ദുആകളും പറഞ്ഞുകൊണ്ട് നാളെയും ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാവുന്നതാണ്. ഹസ്ബുനല്ലാഹ് നമുക്കൊരു 33 പ്രാവശ്യം ചെല്ലാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ.
അള്ളാഹു ഈ ചൊല്ലിയ എല്ലാ ദിക്റുകളുടെയും ഇസ്മുകളുടെയും ഖുർആാനിൻ്റെയും ഒക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പരിപൂർണമായും ഇല്ലായ്മ ചെയ്തു തന്ന് നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ്റെ സഹായമാണ് നമുക്ക് എപ്പോഴും വേണ്ടത് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ദുആരക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങൾക്കും ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലാണ് അറിയിക്കുന്നത്. അള്ളാഹു അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ഫോൺ വിളിക്കുന്നുണ്ട്, വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരുണ്ട്, ആർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവർ ഒരുപാട് പേരായതുകൊണ്ടാണ് എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുക. അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ എന്നും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും ഇതേ സമയം ഇശാ നിസ്കാരാനന്തരം നമുക്ക് ഒരുമിച്ച് കൂടണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.